ADMK നവീൻ ബാബുവിന്റെ മരണത്തിൽ കണ്ണൂർ ജില്ലാ കളക്ടർ അരുൺ കെ വിജയനെതിരായ മൊഴിയിൽ ഉറച്ചു കുടുംബം. യാത്രയപ്പിലും പെട്രോൾ പമ്പ് വിഷയത്തിലും ഗൂഢാലോചന സംശയിക്കുന്നു. പത്തനംതിട്ട മലയാലപ്പുഴയിൽ കെ നവീൻ ബാബുവിന്റെ വീട്ടിലെത്തിയാണ് അന്വേഷണ സംഘം കുടുംബാംഗങ്ങളുടെ മൊഴി രേഖപ്പെടുത്തിയത്. വിവരങ്ങളുമായി അജീഷ് ജയകുമാർ ചേരുന്നുണ്ട്. അജീഷ്, ഇവരുടെ ഈ കുടുംബത്തിന്റെ മൊഴി പ്രത്യേക അന്വേഷണ സംഘം രേഖപ്പെടുത്തുന്നില്ല എന്നുള്ളതായിരുന്നു ഉയർന്നു വന്നൊരു ആക്ഷേപം. ഇപ്പോൾ അന്വേഷണ സംഘം മൊഴി രേഖപ്പെടുത്തുന്നുണ്ട്. നേരത്തെ പറഞ്ഞ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് നവീൻ ബാബുവിന്റെ കുടുംബം. എന്താണ് അവർ അന്വേഷണ സംഘത്തോട് പറയുന്നത്? വിവരങ്ങൾ എന്താണ് അജീഷ് ജയകുമാർ? ശ്രീജിത്ത്, ഈ ADM ആയിരുന്ന നവീൻ ബാബുവിന്റെ മരണത്തിന് ശേഷം ഏതാണ്ട് ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന് കേസ് അന്വേഷണം കൈമാറിയതിന് 2 ആഴ്ചയ്ക്ക് ശേഷമാണ് ഇപ്പോൾ കുടുംബത്തിന്റെ മൊഴി രേഖപ്പെടുത്തുന്നത്. ഉച്ചയ്ക്ക് 12:30യോടെയാണ് കണ്ണൂരിൽ ടൗൺ SHOയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം നവീൻ ബാബുവിന്റെ മലയാലപ്പുഴയിലെ വീട്ടിലെത്തി കുടുംബാംഗങ്ങളുടെ മൊഴി രേഖപ്പെടുത്തിയത്. ഭാര്യ മഞ്ജുഷ, സഹോദരൻ പ്രവീൺ ബാബു എന്നിവരുടെ മൊഴിയാണ് പ്രധാനമായും രേഖപ്പെടുത്തിയത്. ഇവർ ആദ്യഘട്ടത്തിൽ ഈ മരണത്തിന് തൊട്ട് അടുത്ത ദിവസം ഈ കണ്ണൂർ ടൗൺ സ്റ്റേഷനിലെ പോലീസുകാർ ഇവിടെ എത്തി ഒരു പ്രാഥമിക മൊഴി എടുത്തിരുന്നു. അന്ന് പക്ഷേ ഈ മരണത്തിന്റെ ആഘാതത്തിലായിരുന്നത് കൊണ്ട് വിശദമായ മൊഴി രേഖപ്പെടുത്താൻ സാധിച്ചിരുന്നില്ല. പക്ഷേ ഇത്തവണ കുടുംബം വിശദമായി തന്നെ പോലീസ് ഉദ്യോഗസ്ഥരോട് കാര്യങ്ങൾ സംസാരിച്ചു. പ്രധാനമായും ഈ യാത്രയപ്പും അതുമായി ബന്ധപ്പെട്ട ഗൂഢാലോചനയുമാണ് ഇവർ പ്രധാനമായി ഉന്നയിച്ചത്. കൂടാതെ ഈ നിരാക്ഷേപ പത്രവും അതിന് പിന്നിലും ഗൂഢാലോചനയുണ്ടെന്നും പോലീസിനോട് പറഞ്ഞു. മാത്രമല്ല ഈ TV പ്രശാന്തന്റെ ഇടപെടലും ഈ ആരോപണത്തിന് പിന്നിലും ഗൂഢാലോചന ഉണ്ടെന്നും ഈ കുടുംബം പോലീസിനോട് പറഞ്ഞു. വിശദമായി തന്നെ ഈ കാര്യങ്ങൾ പോലീസിനോട് സംസാരിച്ചതായി കുടുംബം പറഞ്ഞിരുന്നു. മാത്രമല്ല ഈ നവീൻ ബാബുവിന്റെ കോൾ ലിസ്റ്റ് അടക്കം കൊണ്ടുവന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ ഇവരുടെ മൊഴി രേഖപ്പെടുത്തിയത്. ഈ മരണത്തിന് തൊട്ട് മുമ്പ് നവീൻ ബാബു ആരൊക്കെയായി സംസാരിച്ചു, അതടക്കമുള്ള വിശദമായ ഫോൺ രേഖകൾ പോലീസിന്റെ കൈവശമുണ്ടായിരുന്നു. ഇതൊക്കെ വച്ചാണ് ഇവരുടെ മൊഴി രേഖപ്പെടുത്തിയത്. എന്തായാലും കാര്യക്ഷമമായ അന്വേഷണം നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി മൊഴിയെടുപ്പിന് ശേഷം കുടുംബം പ്രതികരിക്കുകയുണ്ടായി. എന്തായാലും ഈ 2ാം തവണയാണ് ഈ കുടുംബത്തിന്റെ മൊഴി പോലീസ് രേഖപ്പെടുത്തുന്നത്. ഏതാണ്ട് 2 മണിക്കൂർ നേരം മൊഴിയെടുപ്പ് നീണ്ടു. എന്തായാലും പ്രത്യേക അന്വേഷണ സംഘം ഇവിടുന്ന് മൊഴി രേഖപ്പെടുത്തി മടങ്ങുകയും ചെയ്തു. ശരി, അജീഷ് ജയകുമാർ വിവരങ്ങൾ നൽകുകയായിരുന്നു പത്തനംതിട്ടയിൽ നിന്ന്.